ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിന് മുന്നേ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റല പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ ബജറ്റ് അഥവാ പണം ഇന്റർ കാശിക്കുണ്ട്, ഇന്റർ കാശി വളരെയധികം ശക്തരാണ് എന്നായിരുന്നു ഡേവിഡ് കാറ്റല പറഞ്ഞിരുന്നത്. അതായത് മത്സരത്തിന് മുന്നേ തന്നെ അദ്ദേഹം ഒരു തോൽവി സമ്മതിച്ച രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ മീറ്റിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്റർ കാശിയേക്കാൾ കുറവ് ബജറ്റ് ഉള്ള ടീമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ നിഖിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്റർ കാശിയെ ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത്രത്തോളം ബജറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ബജറ്റല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിന് കാരണം എന്നൊക്കെയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബജറ്റിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പബ്ലിക്കിനോട് പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്റർ കാശിയേക്കാൾ കുറവ് ബജറ്റുള്ള ടീമല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. അത് പ്രകാരം നമ്മൾ ഇന്റർ കാശിയെ തോൽപ്പിക്കണമായിരുന്നു. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനുള്ള കാരണം അത് നമ്മുടെ ബജറ്റല്ല. ഇതാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡേവിഡ് കാറ്റല പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തള്ളിക്കളയുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഡേവിഡ് കാറ്റല പറഞ്ഞതുപോലെ വലിയ ബജറ്റ് കുറവുള്ള ഒരു ടീമല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. ആവശ്യത്തിനുള്ള ഒരു ബജറ്റ് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇന്റർ കാശിയോളം ബജറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നൊക്കെയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ദയനീയമായ പ്രകടനം ക്ലബ്ബ് തുടരുകയാണ്. അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. ആ മത്സരവും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.